Hey guys, welcome back to another video. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് റോഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ മൈക്രോഫോണിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. USB പ്ലസ് സ്റ്റുഡിയോ പർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ളൊരു മൈക്രോഫോൺ ആണ്. ഇതിന്റെ പ്രീവിയസ് വേർഷൻ ഉണ്ട്, USB മിനി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഹൈ പ്രൊഫൈൽ കണ്ടൻസർ മൈക്രോഫോൺ ആണ്. USB കണക്ടിവിറ്റി ഉള്ളതാണ്. നമുക്ക് മെയിൻലി ഇതുകൊണ്ട് യൂട്യൂബ് വീഡിയോസ് അതുപോലെ തന്നെ സ്റ്റുഡിയോ പർപ്പസ് മെയിൻലി ഈ പറയുന്ന വോക്കൽ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് വീഡിയോ കോളിംഗ് പർപ്പസ് ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ ഇതിന്റെ ബോക്സിന്റെ ഫ്രണ്ടിലായിട്ട് അതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മോഡൽ നെയിം USB പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ നെയിം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്പെക്ക് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം പ്രൊഫഷണൽ USB മൈക്രോഫോൺ. പിന്നെ റെവല്യൂഷൻ പ്രീആംബ് ഇതിൽ ഇൻബിൽറ്റഡ് ആണ്. അതിൽ ലോ നോയ്സ് ഹൈ ഗെയിൻ ഒക്കെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ USB കണക്ടിവിറ്റി ത്രൂ വർക്ക് ചെയ്യും. പിന്നെ ഹെഡ്ഫോൺ ഔട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഇതിൽ തന്നെ. ഇതിൻ്റെ യൂണിറ്റിൽ തന്നെ ഹെഡ്ഫോൺ എടുക്കാൻ പറ്റിയൊരു 3.5mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ ക്വാളിറ്റി സ്റ്റുഡിയോ ക്വാളിറ്റി പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൈക്രോഫോൺ കിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പോപ്പ് ഫിൽറ്റർ കിട്ടും. പിന്നെ അതിലൊരു ഡെസ്ക്ടോപ്പ് സ്റ്റാൻഡ് കിട്ടും, അത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ നമുക്ക് ടേബിളിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡ്. പിന്നെ അതിൻ്റെ മൗണ്ട് ചെയ്യുന്ന ഒരു റിങ് പ്ലസ് USB-C to C ഒരു കേബിൾ. ഇത്ര സാധനമാണ് ഇതിൽ വരുന്നത്. സോ എന്തൊക്കെയാണെങ്കിലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പെട്ടിക്കുള്ളിൽ വേറൊരു പെട്ടിയുണ്ട്. നമുക്ക് ഈ പെട്ടി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഇത് മറ്റേ കിലുകിലിയാക്കുന്ന സിലിക്കൺ ജെല്ലാണ്. ഇതാണ് ഗൈസ് നമ്മുടെ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മെറ്റൽ ഫിനിഷാണ് ഇതിൽ വരുന്നത്. ബ്ലാക്ക് മെറ്റൽ ഫിനിഷാണ്. ഇവിടെ ആയിട്ട് റോഡിൻ്റെ ഒരു മറ്റേ പോപ്പ് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ഗംഭീര ക്വാളിറ്റി മെറ്റൽ ഫിനിഷ്. പിന്നെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ NT-USB പ്ലസ് റെവല്യൂഷൻ പ്രീആംബ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ. അതിങ്ങനെ നോക്കുമ്പോഴേക്കും കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രീൻ കളറിൽ ഒരു ബ്ലൂ കളറിലെ മെഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഇറ്റ്സ് എ പ്രീമിയം ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ സ്റ്റുഡിയോ കണ്ടൻസർ മൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ പറയാം. ഇവിടെ ഇരിക്കട്ടെ, വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. USB Type-C to Type-Cൻ്റെ ഒരു കേബിൾ ഇതിനകത്തുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ആണ്, സാധാ ഒരു ഡെസ്ക്ടോപ്പ് സ്റ്റാൻഡാണ്. ഇതിൽ നമുക്ക് വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം. ലൈവ് സ്ട്രീമിങ്, പോഡ്കാസ്റ്റ്, വോയിസ് ഓവർ, അതുപോലെ മ്യൂസിക് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. ക്ലാസ് ബിൽറ്റ് ആണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ. 2 ഫിസിക്കൽ ഡയൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഹെഡ്ഫോണിൻ്റെ വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. ഇത് ഒരെണ്ണം ഉള്ളത് സിസ്റ്റത്തിൻ്റെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം. പിന്നെ ഇവിടെയാണ് മൈക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ പൊട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് സംഭവം നൈസ് ആയിട്ടുണ്ട്. ഒരു ബ്ലൂ കളറിലെ ഒരു മെഷ് ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. ഭയങ്കര രസമാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഓസം. ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് USB കണക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. USB Type-C പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വെയിറ്റ് ഉണ്ട്. ബിക്കോസ് ഇത് എൻറ്റയർ പാർട്ട് വരുന്നത് മെറ്റലാണ്. ഇത്ര ലോ നോയ്സ് ഹൈ ഗെയിൻ റെവല്യൂഷൻ പ്രീആംബാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ലോ നോയ്സിൽ കിട്ടും. ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. 3.5mm ജാക്ക് ഇതിൽ നിന്ന് ഔട്ട് എടുക്കാൻ പറ്റും. എടുത്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി കണ്ടൻസർ ക്യാപ്സൂളാണ്. സോ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ ക്വാളിറ്റി ലെവൽ, ആ ഒരു ലെവൽ സൗണ്ട് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള മ്യൂസീഷ്യൻസ് ഒക്കെ ഈ ഗിത്താർ പോലുള്ള സാധനങ്ങൾക്കൊക്കെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റിയ ബെസ്റ്റ് സാധനം ഇത്. ഫിസിക്കൽ മ്യൂട്ട് ബട്ടൺ ഇല്ല എന്നുള്ളൊരു സംഭവം മാത്രമേ എനിക്ക് ഇതിൽ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ആൻഡ്രോയിഡും iOS-ഉം 2 ഫോണുമായിട്ടും നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. സെൻട്രൽ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ഈ റോഡ് സെൻട്രൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിടുക. ഇതിൽ USB-C കുത്തിയിട്ട് നമ്മുടെ ഫോണിൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇതിലെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ആ ആപ്പ് ത്രൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പൊട്ട് വയ്ക്കുന്നില്ല. ഈ പൊട്ട് വയ്ക്കുന്ന സംഭവം ഫ്രണ്ടിൽ വരണം. ഇവിടെയാണ് ഇതിൻ്റെ വോയിസ് ക്യാപ്ചറിങ്ങിൻ്റെ ആ ഒരു സംഭവം വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുറുക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ജസ്റ്റ് ഇവിടെ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ടേബിൾ സ്റ്റാൻഡിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു.
ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി. USB ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സംഭവം ഇല്ലേ, ഈ മെഷില്ലേ ഇതിൽ കൊടുത്തിരിക്കുന്നത്, ബ്ലൂ കളറിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത്, നല്ല രസമാണ് കാണാൻ. 0 ലേറ്റൻസി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻ ഹെഡ്ഫോണിൽ പറയുന്ന എന്താണോ ആ സംഭവം വിത്തൗട്ട് ഡിലേ എക്കോ ഇല്ലാണ്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി Type-C ഇവിടെ കണക്ട് ചെയ്യുക. ഇപ്പുറത്തെ എൻ്റെ ഒന്നെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ കണക്ട് ചെയ്യുക. ഇങ്ങനെ ഇരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ആപ്ലിക്കേഷൻ്റെ നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഓൺ ആവും, റോഡിൻ്റെ തന്നെ. ഇതിൽ കുറേ 1-2 മേജറായിട്ടുള്ള ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇവിടെ നമ്മുടെ ഹൈ ഗെയിൻ, അതിൻ്റെ മൈക്രോഫോണിൻ്റെ ആ ഒരു സൗണ്ട് ഇതിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കംപ്രസർ, പിന്നെ ഓറൽ എക്സൈറ്റർ, പിന്നെ ബിഗ് ബോട്ടം, ഇത്രയും സംഭവങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ കംപ്രസറും ഈ ബിഗ് ബോട്ടവും മാത്രം എനേബിൾ ആക്കിയിട്ട് തന്നെ അടിപൊളി നല്ല കിടിലൻ സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. ഇതിൽ ഹൈ പാസ് ഫിൽറ്റർ നമുക്ക് 75% ആക്കാം, 150 ഹെഡ്സ് ആക്കാം, ഓഫ് ആക്കാം. 4 മൈക്ക് കണക്ട് ചെയ്ത് അറ്റ് എ ടൈമിൽ ബ്രോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. എൻഹാൻസ്ഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല ഇതിൻ്റെ ബിറ്റ് റേറ്റ് വരുന്നത് 24 and 48 kHz ആണ് ഇതിൻ്റെ ബിറ്റ് റേറ്റ് വരുന്നത്. സൗണ്ട് എസ്പെഷ്യലി സ്റ്റുഡിയോയിലൊക്കെയാണ് ചെയ്യാറുള്ളതെങ്കിലും നമുക്ക് ആ സൗണ്ട് മോഡിഫൈ ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അത്രയും സ്പേസ് പോയ പോലെ ഒരു ഫീലുണ്ട്. മൈക്രോഫോൺ ആകുമ്പോൾ വാങ്ങിക്കുക, നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ മൈക്രോഫോൺ ഡയറക്റ്റ് ക്യാമറയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് റോഡ് USB പ്ലസ് മൈക്രോഫോണിൽ നിന്നും ഡയറക്റ്റ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള വോയിസാണ്. വോയിസിൻ്റെ വ്യത്യാസം എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. മൈക്രോഫോണിൽ തന്നെ ജസ്റ്റ് ആ ഒരു 1-2 ഫിൽറ്റേഴ്സ് മാത്രമേ എനേബിൾ ആക്കിയിട്ടുള്ളൂ. നോബ് ഉപയോഗിച്ചിട്ട് വോയിസ് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വോയിസ് സാമ്പിളിംഗ് ഫ്രം റോഡ് USB പ്ലസ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.